CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം. തൃശൂരിലെ CPM നേതാക്കൾ വലിയ സാമ്പത്തിക അഴിമതികൾ നടത്തുന്നുവെന്ന് ആരോപണം. കപ്പലണ്ടി വിറ്റു നടന്ന MK കണ്ണൻ കോടിപതിയായതിനു പിന്നിൽ ദുരൂഹതയെന്നും ശബ്ദ സന്ദേശം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM നേതൃത്വം. രാഷ്ട്രീയ ആയുധമാക്കാനൊരുങ്ങി BJPയും കോൺഗ്രസും. CPM നേതാക്കളെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശം. CPM നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഗുരുതര സാമ്പത്തിക ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ഫോൺ സംഭാഷണത്തിലാണ് CPM നേതാക്കൾക്കെതിരെ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. 5 വർഷം മുമ്പ് ശരത് പ്രസാദ് നടത്തിയ സ്വകാര്യ സംഭാഷണത്തിലെ ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത മൂലമാണ് പഴയ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. CPM നേതാക്കൾ സ്വന്തം കാര്യം നോക്കാൻ മിടുക്കരാണെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുന്നവരാണെന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, CPM നേതാക്കളായ MK കണ്ണൻ, വർഗീസ് കണ്ടംകുളത്തി, അനൂപ് കാട തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ വിമർശനം. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയാണ്. AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസുമായാണ്. വർഗീസ് കണ്ടംകുളത്തി നിസാര ഡീലിംഗ്സ് ആണോ നടത്തുന്നത് എന്ന മട്ടിലുള്ള വിമർശനങ്ങളാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. നേതാക്കൾ നടത്തുന്ന പിരിവിൽ നിന്ന് നേതാക്കൾക്ക് വിഹിതം ലഭിക്കുന്നുവെന്ന വിധത്തിലുള്ള ആരോപണം ശബ്ദ സന്ദേശത്തിലുള്ളതാണ് CPM നേതൃത്വത്തെ കൂടുതൽ കുഴക്കിയിരിക്കുന്നത്. ഏരിയ സെക്രട്ടറിക്ക് മാസം പിരിവ് വിഹിതമായി 10,000 രൂപയും, ജില്ലാ ഭാരവാഹിയായാൽ 25,000 രൂപയും, മേൽക്കമ്മിറ്റിയിലെത്തിയാൽ 75,000 മുതൽ 1 ലക്ഷം വരെ പിരിവ് വിഹിതം കിട്ടുമെന്നും ശരത് പ്രസാദ് പറയുന്നുണ്ട്. തൃശൂരിലെ CPM നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിക്കൊണ്ടിരുന്ന സാമ്പത്തിക അഴിമതി ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നേതാവ് തന്നെ രംഗത്തെത്തിയതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. കരുവന്നൂർ ബാങ്ക് അഴിമതി സംബന്ധിച്ച് AC മൊയ്തീനും MK കണ്ണനുമെല്ലാം എതിരെ ഉയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന വിധത്തിലാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലെ പരാമർശങ്ങൾ. അതേസമയം ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കുമെന്നുമാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ നടത്തിയ വിശദീകരണം. തനിക്കെതിരെ ഉയർന്ന ആരോപണം അസംബന്ധമാണെന്ന പ്രതികരണമാണ് MK കണ്ണനും നടത്തിയത്. തനിക്കെതിരെ വലിയ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതാണ്. ED വന്നു നോക്കിയിട്ടും ഒരു കുറ്റവും കണ്ടെത്താനായില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചിലരാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പുറകിൽ. MK കണ്ണന്റെ വിശദീകരണം ഈ വിധത്തിലാണ്. കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക അഴിമതികളിൽപ്പെട്ട് മുഖം രക്ഷിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന CPM നേതൃത്വത്തിനേറ്റ അപ്രതീക്ഷിത ആഘാതം തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ പുറത്തുവന്ന ഈ ശബ്ദ സന്ദേശം. ഈ സാഹചര്യത്തെ രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് കോൺഗ്രസും BJPയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ തൃശൂരിലെ CPM നേതൃത്വം ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നത് ഉറപ്പാണ്.